ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 43-ാമത്തെ തിരുവചനം. ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. യേശു ഇപ്പോൾ വിരുന്നിന് ചെന്നിരിക്കുന്ന ശീമോൻ എന്ന പരീശനും തമ്മിലുള്ള ഒരു സംഭാഷണം. യേശുവിൻ്റെ ഒരു ഉപമയിലൂടെയുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന ശീമോൻ കൊടുത്ത ഉത്തരം ശരിയാണെന്ന് മറുപടി പറയുന്ന യേശു. എന്തായിരുന്നു യേശുവിൻ്റെ ചോദ്യം? ധനം കടം കൊടുക്കുന്ന ഒരുവൻ ഒരാളുടെ 500 ധനാറ വെള്ളിക്കാശും മറ്റൊരാളുടെ 50 ധനാറ വെള്ളിക്കാശും അവർ രണ്ടുപേർക്കും തിരികെ കൊടുക്കുവാൻ പ്രാപ്തിയില്ലാതെ വന്നപ്പോൾ തങ്ങളുടെ സാഹചര്യം ധനം കടം വാങ്ങിയവനോട് അറിയിച്ചപ്പോൾ ആ കടം കൊടുക്കുന്ന നല്ലവനായ മനുഷ്യൻ രണ്ടുപേർക്കും അവരുടെ കടം എഴുതി തള്ളുകയാണ്. ഒരു ധനാറ എന്ന് വെച്ചാൽ ഒരു വെള്ളിക്കാശ്. അക്കാലത്ത് കൂലി വേലക്കാർക്ക് നൽകപ്പെട്ടിരുന്ന ഒരു ദിവസത്തെ സാധാരണ കൂലി എന്ന് വെച്ചാൽ ഏകദേശം 2 മാസത്തോളം മുടങ്ങാതെ പണിയെടുക്കണം 50 ധനാറ ഇളച്ചു കൊടുത്തവന് കടം വീട്ടുവാൻ. എന്നാൽ 500 ധനാറ ഇളച്ചു കൊടുത്തവന് ഏകദേശം 2 വർഷത്തോളം മുടങ്ങാതെ കൂലിവേലയെടുക്കണം തൻ്റെ കടം വീട്ടുവാനായി. ആ കടമാണ് ഇപ്പോൾ തിരിച്ചു തരണ്ട എന്ന് കടം കൊടുത്ത ആ നല്ല മനുഷ്യൻ പറയുന്നത്. ഇവരിൽ ആർക്കായിരിക്കും ആ ധനവാനോട് കൂടുതൽ സ്നേഹമുണ്ടാകുക എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്ന ശീമോൻ എന്ന പരീശൻ. കൂടുതൽ കഷ്ടപ്പെടേണ്ടിയിരുന്നവൻ, തൻ്റെ കടം മുഴുവൻ വീട്ടാൻ അഹോരാത്രം ഏകദേശം 2 വർഷത്തോളം വേല ചെയ്യേണ്ടിയിരുന്നവൻ, അവനാണ് ആ ധനവാനോട് കൂടുതൽ സ്നേഹവും കടപ്പാടും ഉണ്ടാകുക എന്ന ഉത്തരം യേശുവിന് കൊടുക്കുവാൻ ശീമോനൊരു സംശയവും ഉണ്ടായിരുന്നില്ല. നീ പറഞ്ഞ ഉത്തരം ശരിയെന്ന് അന്ന് ശിമയോനോടും ഇന്ന് ഒരുപക്ഷെ നാം ഓരോരുത്തരോടും പറയുവാൻ ശ്രമിക്കുന്ന ദൈവം. അതെ, ധനവാനായ ദൈവത്തിന് നമ്മുടെ കടങ്ങൾ, നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വരുത്തിവെച്ച അനേകം പാപങ്ങൾ ക്ഷമിച്ചു തരുവാൻ മനസ്സുള്ളവനാണ് എന്ന ധൈര്യം നമുക്ക് പകർന്നു തരുന്ന ഒരു തിരുവചനം. എന്നാൽ ആ കടങ്ങൾ ഇളച്ചു തരുവാൻ ആവശ്യപ്പെടാൻ പാപിനിയായ സ്ത്രീയെപ്പോലെയുള്ള ഒരു മനസ്സ് നമുക്ക് ആവശ്യമായിരിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ കൊടുത്തിരിക്കുന്ന ന്യായപ്രമാണം, നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്ന ആ പ്രമാണം, ആ ന്യായപ്രമാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പാപിയായ ഒരു സ്ത്രീക്ക് ഒരു പരീശനേക്കാൾ നന്നായി അനുസരിക്കുവാൻ കഴിയും എന്ന ആശയം ഉൾക്കൊള്ളാൻ സാധിക്കാതെയിരിക്കുന്ന ശീമോൻ എന്ന പരീശൻ, താൻ ചെയ്തതെല്ലാം നല്ലതായി ചെയ്തു എന്ന ചിന്തയിൽ ജീവിക്കുന്ന ശീമോൻ, ആ പരീശനെപ്പോലെ ജീവിക്കുന്നവരാണോ നാം ഓരോരുത്തരും? ദൈവത്തിൻ്റെ കൃപയുടെ പാത സ്വയം അടയ്ക്കാതെ നമ്മുടെ പാപങ്ങൾ, നമ്മുടെ വീഴ്ചകൾ, കടങ്ങൾ അവ വീട്ടിത്തരുവാനുള്ള യോഗ്യതയുടെ വാതിലുകൾ നാം സ്വയം അടയ്ക്കാതെ എപ്പോഴും തുറന്നിടുവാനും അങ്ങനെ നമ്മുടെ അനേകം കടങ്ങൾ നമ്മുടെ ദിവസത്തിൽ ക്ഷമിച്ചു തരുവാൻ ധനവാനായ യേശുവിന് നമ്മിൽ കൃപയുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.